ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം. എൻ്റെ കനവിൽ നീ എത്തുമ്പോൾ ഓമനിക്കാൻ. തൻ്റെ കുട്ടികളുടെ മുന്നിലേക്ക് അനിൽ പനച്ചൂരൻ്റെ ഈ വരികൾ പാടിക്കൊണ്ടാണ് മധുസാർ ക്ലാസ്സിലേക്ക് കയറി വന്നത്. മധുസാർ ഈ വരികൾ പാടിക്കഴിയുമ്പോഴേക്കും ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ, ചാരു ഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ എന്ന് കുട്ടികൾ ഏറ്റുപാടി. ഗംഭീരം, അതിഗംഭീരം എന്ന് പറഞ്ഞ് മധുസാർ കൈകൊട്ടി. എൻ്റെ കുട്ടികളെ, ജീവിതം എന്നാൽ അതെന്നും ഒരു പ്രണയ കാവ്യമായിരിക്കണം. മനസ്സിൽ ഒരു പ്രണയമില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടാവരുത്. പരിശുദ്ധമായ പ്രണയം എല്ലാവർക്കും വേണം. മനുഷ്യന്മാരോട് തന്നെ വേണമെന്നില്ല. പൂക്കളോടാവാം, പുസ്തകങ്ങളോടാവാം, എഴുത്തിനോടാവാം. എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രണയം ഉണ്ടാകണം. എന്നാലേ ജീവിതം ആസ്വദിക്കാൻ പറ്റൂ. ഒന്നിനോടും പ്രണയമില്ലാത്ത ഒരാൾക്ക് ജീവിതത്തോട് വിരസത മാത്രമേ ഉണ്ടാകൂ. മധുസാറിൻ്റെ ഇന്നത്തെ മലയാളം ക്ലാസ്സിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. മധുസാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ണിമ വെട്ടാതെ സിന്ധു നോക്കിയിരിക്കുന്നുണ്ട്. ഏത് കുട്ടികൾക്കും മലയാളം പീരീഡിനോട് കുറച്ചധികം ഇഷ്ടമായിരിക്കും. മലയാളം അധ്യാപകരോട് കുറച്ചധികം സ്വാതന്ത്ര്യവും ഉണ്ടാകും. എന്നാൽ ആ ഇഷ്ടത്തിനപ്പുറത്തേക്ക് ഒരടുപ്പം സിന്ധുവിന് മധുസാറിനോട് തോന്നിത്തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഏതൊരു വിഷയം പറയുമ്പോഴും അതിലെല്ലാം സാറിനുള്ള പാണ്ഡിത്യവും മലയാള സാഹിത്യത്തിലുള്ള സാറിൻ്റെ ആഴത്തിലുള്ള അറിവും സാറിൻ്റെ ക്ലാസ് എടുക്കുന്ന ശൈലിയും കാരണം സാറിനോട് സിന്ധുവിന് വളരെയേറെ ഇഷ്ടമാകാൻ തുടങ്ങി. ഒരു ദിവസം പോലും മലയാളം ക്ലാസ് മുടക്കാതിരിക്കാൻ സിന്ധു ശ്രമിച്ചു. മലയാളത്തിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് മലയാളം എടുക്കുന്ന അധ്യാപകനോടുള്ള ഇഷ്ടമായിരുന്നു അത്. പല വിദ്യാർത്ഥികൾക്കും തൻ്റെ അധ്യാപകരോട് അത്തരത്തിലുള്ള ഇഷ്ടമൊക്കെ തോന്നുന്നത് സ്വാഭാവികം. എന്നാൽ ഇവിടെ സിന്ധുവിനേക്കാൾ 30 വയസ്സ് കൂടുതലുണ്ട് മധുസാറിന്. അതുമാത്രമല്ല, മധുസാറിന് ഭാര്യയും 2 മക്കളുമുണ്ട്. പക്ഷേ സിന്ധുവിന് അതൊന്നും ബാധകമായിരുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും മധുസാറിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. മധുസാറിനെ കാണാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് സിന്ധു മാറി. പതിയെ പതിയെ ആ ഇഷ്ടത്തിൻ്റെ തീവ്രത കൂടി വന്നു. ക്ലാസ്സിൽ പലപ്പോഴും സാറുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കാൻ കഴിയാതെ അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. സിന്ധു മധുസാറിനോട് കാണിക്കുന്ന അടുപ്പം ഏതൊരു വിദ്യാർത്ഥിക്കും അവരുടെ അധ്യാപകരോട് തോന്നുന്ന അടുപ്പമായിട്ട് മാത്രമേ മധുസാർ കണ്ടിരുന്നുള്ളൂ. അതുപോലെ മധുസാർ കോളേജിലെ മറ്റേതെങ്കിലും പെൺകുട്ടിയെ പുകഴ്ത്തുന്നതോ വിദ്യാർത്ഥിനികളോട് അടുപ്പം കാണിക്കുന്നതോ ഒന്നും സിന്ധുവിന് ഇഷ്ടമായിരുന്നില്ല. അപ്പോഴെല്ലാം അവിടെ നിന്നും സിന്ധു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ദിവസം കഴിയുന്തോറും സിന്ധുവിന് സാറിനോടുള്ള പ്രണയം കൂടി വന്നു. മധുസാർ ഓരോ വിദ്യാർത്ഥിനിയോടും മകളെപ്പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പരിധി കഴിഞ്ഞുള്ള ഒരു അടുപ്പത്തിനും സാർ നിന്നുകൊടുത്തിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം സിന്ധുവിൻ്റെ മനസ്സിൽ മധുസാറിൻ്റെ സ്ഥാനം വളരെ വളരെ മുകളിലായിരുന്നു. ഏറെ നാളത്തെ ആലോചനകൾക്ക് ശേഷം ഒരു ദിവസം സിന്ധു അവളുടെ പ്രണയത്തെക്കുറിച്ച് സാറിനോട് പറയാൻ തീരുമാനിച്ചു. സർവ്വധൈര്യവും എടുത്ത് സിന്ധു ലൈബ്രറിയുടെ ഉള്ളിൽ കാത്തിരുന്നു. പതിവ് പോലെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് മധുസാർ ലൈബ്രറിയിലേക്ക് വരുന്നത് സിന്ധു അവിടെ ഇരുന്നു കൊണ്ട് നോക്കിക്കണ്ടു. അവൾ വളരെയേറെ പിരിമുറുക്കത്തിലായി. അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. നെറ്റിത്തടം വിയർത്തു. ശ്വാസോച്ഛ്വാസത്തിൻ്റെ താളം കൂടി. സാർ ലൈബ്രറിയിലെത്തി പുസ്തകമെടുക്കാനായി പോയപ്പോൾ പിന്നാലെ സിന്ധുവും ചെന്നു. സർവ്വധൈര്യവും സംഭരിച്ച് സിന്ധു സാർ എന്ന് വിളിച്ചു. സിന്ധുവിൻ്റെ വിളി കേട്ട് മധുസാർ തിരിഞ്ഞു നോക്കി. സാർ? ഹാ സിന്ധു, വാ. ഹാ സിന്ധുവോ? എന്താ ഇവിടെ? മധുസാർ പറഞ്ഞു. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സിന്ധുവിൻ്റെ വാക്കുകൾ ഇടറി. എന്താ, പറ സിന്ധു. പക്ഷേ സിന്ധു ഒന്നും പറയാതെ നിന്ന് പതറുന്നത് കണ്ടപ്പോൾ എന്താണെങ്കിലും പറയുമോളെ. അത് സാർ, എന്നെ വഴക്ക് പറയരുത്. എന്തിനാ ഞാൻ നിന്നെ വഴക്ക് പറയുന്നത്? എന്താണെങ്കിലും നീ എന്നോട് പറയ് എന്ന് പറയുമ്പോഴേക്കും സിന്ധു മധുസാറിനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. പെട്ടെന്നുള്ള സിന്ധുവിൻ്റെ ആ പ്രവൃത്തിയിൽ മധുസാർ ആകെ ഞെട്ടി.
ലൈബ്രറിയിലെ കുട്ടികളും മറ്റ് അധ്യാപകരുമെല്ലാം അവരെ ഞെട്ടലോടെ നോക്കി. എന്താ കുട്ടി, എന്താ ഈ കാണിക്കുന്നത്? മധു സാർ വെപ്രാളത്തോടെ ചോദിച്ചുകൊണ്ട് ചുറ്റിനും നോക്കി. എനിക്ക് സാറിനെ ഒത്തിരി ഇഷ്ടമാണ്. സാറില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, സിന്ധു പറഞ്ഞു. എന്തൊക്കെയാ കുട്ടി നീ പറയുന്നത്? നീ ആദ്യം എന്നെ ഒന്ന് വിട്, എല്ലാവരും നോക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് മധു സാർ സിന്ധുവിനെ അയാളിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചു. സാറിനോട് എനിക്ക് പ്രണയം മാത്രമേ ഉള്ളൂ, എനിക്ക് സാറില്ലാതെ പറ്റുന്നില്ല. അതൊക്കെ ശരി, ആദ്യം നീ എന്നെ ഒന്ന് വിട്. അപ്പോഴേക്കുമാണ് മറ്റു ടീച്ചേഴ്സും അവരുടെ അടുത്തേക്ക് വന്നു. എന്താ ഈ കുട്ടി കാണിക്കുന്നത്? സിന്ധു, സാറിനെ വിട്ടേ, സിന്ധുവിൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു. സിന്ധു, സ്റ്റാഫ് റൂമിലേക്ക് വായോ, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം, മധു സാർ പറഞ്ഞു. പതിയെ സിന്ധു മധു സാറിൻ്റെ പിടിവിട്ടു. പല കുട്ടികളും അവളെ നോക്കി ചിരിച്ചു. അവരുടെ ഇടയിൽ നിന്നും മധു സാർ അവളെ സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്താ മോളെ നീ കാണിച്ചത്? നിനക്ക് എന്താ പറ്റിയത്? മധു സാർ അവളോട് ചോദിച്ചു. എനിക്ക് സാറിനെ ഇഷ്ടമാണ്, സാർ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല, സിന്ധു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മോളെ, ഞാൻ നിന്റെ അധ്യാപകനാണ്, എന്നെ അങ്ങനെയൊന്നും കാണാൻ പാടില്ല. അതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് സാർ ഇല്ലാതെ പറ്റില്ല. ഞാൻ അത്രയേറെ സാറിനെ സ്നേഹിക്കുന്നു. പഠിപ്പിക്കുന്ന അധ്യാപകരോട് കുട്ടികൾക്കൊക്കെ ചെറിയൊരു ഇഷ്ടമുണ്ടാകും, അത്രയേ മോൾക്കും എന്നോടുള്ളൂ. മോൾ അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒന്നുമല്ല, എനിക്ക് സാറില്ലാതെ പറ്റില്ല, സിന്ധു ദേഷ്യപ്പെട്ടു. മധു സാർ സിന്ധുവിനെ തിരുത്താൻ പലതും പറഞ്ഞു നോക്കിയെങ്കിലും അവൾ അതിനൊന്നും സമ്മതിച്ചില്ല. ചില ടീച്ചേഴ്സ് അവളെ വഴക്കു പറയാനും കുറ്റപ്പെടുത്താനും തുടങ്ങിയപ്പോൾ മധു സാർ അവരെ തടഞ്ഞു. ഒരു തരത്തിലും മനസ്സിലാക്കാത്ത സിന്ധുവിനോട് ഒടുവിൽ മധു സാർ, ശരി, ഞാൻ നിന്റെ പ്രണയം അംഗീകരിക്കാം, പക്ഷേ എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ ഞാൻ എന്തു ചെയ്യണം? നിനക്ക് വേണ്ടി ഞാൻ അവരെ ഉപേക്ഷിക്കേണ്ടി വരില്ലേ? പറ, അവരോട് ഞാൻ എന്താ പറയേണ്ടത്? എന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന അവരെ ഞാൻ ഉപേക്ഷിച്ച് വന്നാൽ എനിക്ക് നിന്റെ സ്നേഹം അംഗീകരിക്കാൻ പറ്റുമോ? നിന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുമോ? നീ കാരണം അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ വീണാൽ ഞാൻ നിന്നെ അത്രത്തോളം വെറുക്കുകയല്ലേ ഉള്ളൂ മോളെ. നിനക്ക് എന്നോട് തോന്നിയത് വെറും ഒരു ഇൻഫാക്ച്വേഷൻ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്കിടയിൽ ഉണ്ടായത് ഒരു പ്രണയമല്ല. അത് മോൾ മനസ്സിലാക്കണം. സാറിൻ്റെ ഭാര്യ എത്ര ഭാഗ്യവതിയാണല്ലേ? മധു സാർ സംസാരിക്കുന്നതിനിടയിൽ സിന്ധു ചോദിച്ചു. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുന്നുണ്ടോ? മധു സാർ ദേഷ്യത്തോടെ ചോദിച്ചു. സിന്ധു ഒന്നും പറയാതെ അവിടെ നിന്നും എഴുന്നേറ്റു പോകാൻ ഒരുങ്ങിയപ്പോൾ, സിന്ധു, മധു സാർ വിളിക്കുന്നത് കേട്ട്, സാറ് പേടിക്കണ്ട, ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് സിന്ധു ക്ലാസ് മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും ഈ വാർത്ത കോളേജ് മുഴുവൻ പരന്നു. കുട്ടികളെല്ലാം അവളെ നോക്കി പരിഹാസത്തോടെ ചിരിക്കാൻ തുടങ്ങി. ഓരോ തവണയും മധു സാർ സിന്ധുവിനെ ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും സിന്ധു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. സിന്ധു സാറിനെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. ഭാര്യയും മക്കളുമുള്ള ഒരു 50 വയസ്സായ ആളോട് അവൾക്ക് പ്രണയമല്ല, കാമമാണെന്ന് പലരും അടക്കം പറഞ്ഞു ചിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ ആ കോളേജിൽ തുടരാൻ അവൾക്ക് ബുദ്ധിമുട്ടായി. കളിയാക്കലും പരിഹാസവും നാൾക്കുനാൾ കൂടി വന്നു. മറ്റുള്ളവർ പറഞ്ഞു ചിരിച്ചതുപോലെ ഒരിക്കലും സിന്ധുവിന് മധു സാറിനോട് കാമമായിരുന്നില്ല. മനസ്സിലെ ആദ്യ പ്രണയം അതവൾക്ക് അത്രയേറെ പരിശുദ്ധമായിരുന്നു. പക്ഷേ ആ പ്രണയം മധു സാറിന് ഒരു പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലായപ്പോൾ സിന്ധു അവിടെ നിന്നും TC വാങ്ങി മറ്റെവിടേക്കോ പോയി. പിന്നെ മധു സാർ സിന്ധുവിനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരു പൊതുപരിപാടിയിൽ വെച്ചായിരുന്നു. അവിടെ വെച്ച് മധു സാർ സിന്ധുവിനെ കണ്ടതും സന്തോഷത്തോടെ സിന്ധുവിൻ്റെ അരികിലേക്ക് ചെന്നു. സിന്ധു, ഒരു കാലത്ത് താൻ അത്രയേറെ ആരാധിച്ചിരുന്ന ആ ശബ്ദം കേട്ടതും സിന്ധു തിരിഞ്ഞു നോക്കി. മധു സാറെ കണ്ടതും അവളുടെ ഹൃദയമൊന്ന് പിടഞ്ഞു. ഒരു നിമിഷം കൊണ്ട് അവളുടെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. സർ, അവൾ ഇടറിയ ശബ്ദത്തോടെ വിളിച്ചു. സുഖമാണോ നിനക്ക്? മധു സാർ ചോദിച്ചു. സാറിനോ? ഭാര്യയും മക്കളുമൊക്കെ? എല്ലാവർക്കും സുഖം. മൂത്ത മകൻ കോളേജിൽ തന്നെ കയറി, രണ്ടാമത്തവൻ IAS കോച്ചിങ്ങിന് പോകുന്നു. സിന്ധു സാറിനെ ശ്രദ്ധിച്ചു നോക്കി. സാറിൻ്റെ മുടിയെല്ലാം നരച്ചിരിക്കുന്നു. ആ പഴയ ഊർജ്ജസ്വലതയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ ശബ്ദത്തിന് മാത്രം യാതൊരു മാറ്റവുമില്ല.
എന്ന് സിന്ധു ചിന്തിച്ചു. ഭർത്താവും മക്കളുമൊക്കെ? പറ, നിന്റെ വിശേഷങ്ങളെല്ലാം. മധുസാർ ആകാംക്ഷയോട് ചോദിച്ചു. ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു മോളുണ്ട്, അവൾ 6th പഠിക്കുന്നു, സിന്ധു പറഞ്ഞു. ഹാ, സാറിന് വളരെ സന്തോഷമായി. നീ അന്ന് കോളേജിൽ നിന്നും പോയതു മുതൽ കുറേ നാൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. നീ എവിടെയാണെന്നോ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായോ, ഇതെല്ലാം എന്നെ അലട്ടിയിരുന്നു. എന്നും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ നീ ഒരു കുടുംബവുമായി ജീവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സാറിന് ഒത്തിരി സന്തോഷമായി. അതൊക്കെ പ്രായത്തിൻ്റെതായ ചാബല്യങ്ങളായി കണ്ടാൽ മതി. അതൊന്നും ഓർത്ത് മോൾ ഒരിക്കലും വിഷമിക്കരുത്. കുട്ടിക്ക് നല്ലതേ വരൂ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. മധുസാർ മനസ്സ് നിറഞ്ഞ് സിന്ധുവിനെ അനുഗ്രഹിച്ചു. സിന്ധു ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അവിടെ നിന്നും സിന്ധു സാറിനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ സിന്ധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആരും കാണാതെ അവൾ വണ്ടിയിൽ ചെന്നിരുന്നു. അത്ര നേരം മനസ്സിൽ അടക്കിപ്പിടിച്ച അവളുടെ വേദന മുഴുവൻ ഒരു പ്രളയമായി അവളുടെ കണ്ണിലൂടെ ഒഴുകി. സിന്ധുവിന് ഒരിക്കലും മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ എപ്പോഴും മധുസാറിനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. മനസ്സിൽ നിന്നും ആദ്യ പ്രണയത്തെ അവൾക്ക് നഷ്ടപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴും സാറിനെ പ്രണയിച്ചുകൊണ്ട് സിന്ധു അവിവാഹിതയായി തുടരുന്ന വിവരം അറിയാതെ അവൾ വിവാഹം കഴിഞ്ഞ് സന്തോഷമായി ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് മധുസാർ അവിടെ നിന്നും പോയി. തകർന്ന ഹൃദയവുമായി തൻ്റെ നഷ്ടപ്രണയത്തെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സിന്ധുവും അവളുടെ യാത്ര തുടർന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ രചനകളോ നിങ്ങളുടെ അനുഭവങ്ങളോ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.